ഗായ്സ്, അപ്പോൾ ഒരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പി കണ്ടാലോ? ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും സെയിം ഒരു കുക്കിംഗ് വീഡിയോ തന്നെയാണ് കേട്ടോ. വെരി ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അതിന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ചിക്കനാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1/2 കിലോ ചിക്കനാണ്. ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഈ ഒരു റെസിപ്പി നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം, പക്ഷേ എന്നാലും നമ്മൾക്ക് പൊറോട്ടയോ അപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു ഐറ്റത്തിൻ്റെ കൂടെയായിരിക്കും കൂടുതൽ ടേസ്റ്റി ആയിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കി അതിലേക്ക് നമുക്ക് ആവശ്യമായ പൊടികൾ, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് കേട്ടോ. നമ്മുടെ സാധാ മുളക് പൊടി ചേർക്കരുത്, സ്പൈസിനെസ് ഒരുപാടാകും. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള എരിവിന് പച്ചമുളക് ചേർത്താൽ മതി. പിന്നെ സ്പൈസിനെസ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ എന്നെപ്പോലെ അല്ലെങ്കിൽ നമുക്കൊരു ലേശം കുരുമുളക് പൊടി ചേർക്കാം കേട്ടോ. അത് ഓപ്ഷണലാണ്, നിർബന്ധമില്ല. ആവശ്യമെങ്കിൽ എരിവ് ഇഷ്ടമുള്ളവർക്ക് മാത്രം ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ എന്താ ഇവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കാശ്മീരി ചില്ലിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇത്തിരി വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. അത് വീഡിയോ ഇടാൻ മറന്നുപോയി. ഇത്തിരി എണ്ണയും ചേർത്ത് നല്ലതുപോലെ ആ മസാല ഒന്ന് ചിക്കനിൽ പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അത് നല്ലപോലെ കൈ കൊണ്ടൊന്ന് ഞെരടി ആ മസാല ചിക്കനിൽ നല്ലോണം സെറ്റാക്കി ഒരു 5 മിനിറ്റ്സ് ചിക്കൻ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ആ 5 മിനിറ്റ്സ് നമുക്ക് വെറുതെ കളയാനില്ല. കാരണം നമ്മൾ ഈ മസാല ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനെ ഒന്ന് ഫ്രൈ ആയിട്ട് എടുത്താൽ മാത്രമേ നമുക്കിതിനെ കറി എന്നുള്ള പ്രോസസ്സിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പ്രോസസ്സിലേക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരുപാട് ഫ്രൈ ആയി പോകേണ്ട, ചെറുതായിട്ട് ഒരു മീഡിയം ലെവലിലൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിന് ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചു. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. ഒരുപാട് എണ്ണ വേണ്ട, എണ്ണയ്ക്കൊക്കെ എന്താ വില എന്നറിയോ? അപ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു. എൻ്റെ ഒരു മണി പ്ലാന്റ് അവിടെ നിന്ന് എന്നെ നോക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ കിച്ചണിലെ കൂട്ടുകാരനാണത്. അപ്പോൾ അത് ആ എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് നമ്മുടെ ചിക്കൻ അതിലേക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതായത് ഒന്ന് മുക്കി എടുക്കുന്നുണ്ട്. തിളച്ച എണ്ണയിലാകുമ്പോൾ ആൾ വേഗം ഫ്രൈ ആവും. പിന്നെ ചിക്കൻ വേഗം ഒരു ഐറ്റം കൂടിയാണല്ലോ. അപ്പോൾ ചിക്കൻ അവിടെ ഇരുന്ന് ഒന്ന് സെറ്റ് ആവട്ടെ. ആ സമയത്ത് നമുക്ക് ചിക്കനിലേക്ക് ആവശ്യമായ കുറച്ച് സാധനങ്ങൾ കൂടി ഉണ്ട്. ഇതൊക്കെ നോർമലി നമ്മളുടെ അടുക്കളയിലുള്ള കുഞ്ഞു സാധനങ്ങൾ വെച്ച് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ് കേട്ടോ. ഈ ഡിഷ് എല്ലാവരും തന്നെ ട്രൈ ചെയ്തിട്ടുണ്ടാവും. എന്നാലും ഇത് എൻ്റെ വക ഒരു റെസിപ്പി ഇരിക്കട്ടെ. അപ്പോൾ അതാ ചിക്കൻ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. അതൊന്ന് ചെറിയൊരു മീഡിയം ഫ്രൈ ആയാൽ മതി. ഓവർ ഡ്രൈ ആയി പോകരുത്. ഒരു മീഡിയം ഫ്രൈ ആയി വന്ന ഉടനെ നമുക്കത് കോരി മാറ്റാം. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ 1/2 കിലോ ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് 2 സെറ്റായിട്ടാണ് അത് കുക്ക് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ആദ്യത്തെ സെറ്റ് വറുത്ത് കോരുന്നുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ടാവില്ല, കാരണം ഒരു ചെറിയ വേവിലാണ് നമ്മളതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ട് ആ എണ്ണയിലേക്ക് ബാക്കി ഇരുന്ന ചിക്കനും കൂടെ ഞാൻ വെച്ചു. അതിനുശേഷം നമുക്ക് ഈ ഒരു ഡിഷിന് ആവശ്യമായ കുറച്ച് ഐറ്റംസ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുണ്ട്. അതായത് സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. സവാള ഇല്ലാണ്ട് എന്ത് ചിക്കൻ? അങ്ങനത്തെ 2 മീഡിയം സൈസ് സവാള ഞാൻ എടുത്തിട്ടുണ്ട്. അതിനെ വേഗം തന്നെ വൃത്തിയാക്കി അരിയുക. സവാള അരിയിൽ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു കാര്യമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലാണെങ്കിലും ചിക്കൻ കറി ഉണ്ടാക്കിയാൽ സവാള അരിയാണ്ട് എന്ത് പരിപാടിയാണെങ്കിലും ഞാൻ വേഗം ചെല്ലും. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ സ്പീഡിൽ അരിയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. നല്ല കടലാസ് പോലെ, തീരെ വെയിറ്റില്ലാണ്ട് നല്ല കട്ടി കുറവിൽ കടലാസ് പോലെ എനിക്കിത് അരിയാൻ പറ്റും കേട്ടോ. അത് ഭയങ്കര സ്പീഡിൽ ഞാൻ അരിയുകയും ചെയ്യും. പക്ഷേ എനിക്ക് കയ്യറ വേണം. കട്ടിംഗ് ബോർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ഇരിക്കും. ഒരു തണ്ട് പോലും അത് അരിയില്ല ഞാൻ. പിന്നെ കത്തിക്ക് നല്ല മൂർച്ച ഉണ്ടാവണം. എൻ്റെ കത്തിക്ക് എപ്പോഴും മൂർച്ചയുണ്ട് കേട്ടോ. ഞാൻ നല്ലതുപോലെ അത് കത്തി തേച്ച് നല്ല മൂർച്ചയാക്കാറുണ്ട്. അപ്പോൾ ഞാനിവിടെ വീട്ടിൽ നിന്നും കുറച്ച് പാറപ്പൊടി, കല്ല് പൊടിച്ച് ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ മൂർച്ച ഒരു തടി കുറയുന്നു എന്ന് തോന്നുമ്പോൾ ഞാൻ അപ്പം തന്നെ ആ പൊടിയെടുത്ത് കത്തി നല്ലോണം ഒന്ന് തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് കത്തി കയ്യിലൂടെ ഇങ്ങനെ ഓടി നടക്കുന്ന പോലെ തോന്നും. അത്ര ഫാസ്റ്റായിട്ട് ഇതൊക്കെ അരിയാൻ പറ്റും കേട്ടോ. അത് ആ സവാളയൊക്കെ നൈസായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. നൈസായിട്ട് തന്നെ അരിയണമെന്നില്ല, ഒരു മീഡിയം ലെവലിലൊന്ന് അരിഞ്ഞെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ ഞാനത് നൈസായിട്ട് അരിഞ്ഞെടുത്തു. ഈ അരിഞ്ഞതിനകത്തേക്ക് തന്നെയാണ് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അതൊക്കെ ആവശ്യത്തിന് എടുക്കാം. ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇഞ്ചി കൂടുതലെടുക്കാം. ഇവിടെ ഇഞ്ചിയുടെ ടേസ്റ്റ് അത്ര പിടിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി മസ്റ്റാണ് ചിക്കനകത്ത്. അപ്പോൾ അതൊരു ചെറിയ പീസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഐറ്റം ആയതുകൊണ്ട് തന്നെ മസ്റ്റായിട്ടും അത് യൂസ് ചെയ്യുക. ഇഷ്ടമുള്ളവർക്ക് അതിൻ്റെ അളവ് ക്വാണ്ടിറ്റി കൂടുതലെടുക്കാം. എനിക്കത്
എനിക്കിഷ്ടമാണ്, പക്ഷേ ഏട്ടന് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ അളവ് വളരെ കുറച്ചാണ് കേട്ടോ എടുത്തത്. അതേപോലെ തന്നെ സവാള ഒരുപാട് ഇഷ്ടമുള്ളവർക്ക്, ചിക്കൻ കറിയിൽ ഗ്രേവി പോലെ സവാള വേണം എന്നുള്ളവരും, അല്ലെങ്കിൽ ചിക്കൻ്റെ എന്ത് ഐറ്റംസിലും നമ്മൾ സവാള ഇടുമ്പോൾ ആ ഒരു ഗ്രേവി ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ സവാള കൂടുതൽ ആഡ് ചെയ്യാം കേട്ടോ. ഇവിടെ എല്ലാം ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്തിരി സവാള എടുത്തുള്ളൂ. കാരണം സവാള വഴന്ന് വന്നു കഴിയുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ ഇട്ടതിനേക്കാട്ടിലും കുറയും. അപ്പോൾ അത് നോക്കിയിട്ട് സവാള ഗ്രേവി ആവശ്യമുള്ളവർ അതിനനുസരിച്ച് സവാള ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ 2 മീഡിയം സൈസ് സവാള എടുത്തിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് ആവശ്യമായ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഞാൻ നല്ല വൃത്തിയാക്കി അരിഞ്ഞിടുന്നുണ്ട് കേട്ടോ. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നീളത്തിൽ അരിയാം. ഞാൻ പിന്നെ ഇഞ്ചി കുഞ്ഞു കുഞ്ഞു പീസായിട്ടാണ് അരിഞ്ഞത്. അതാകുമ്പോൾ വേഗം വെന്ത ഈ ഒരു ഡിഷിനോടൊപ്പം ചേരുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ അതും അരിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് ഞാൻ ഓൾറെഡി പെപ്പർ പൗഡർ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എരിവ് ഓവർ ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് 2 പച്ചമുളക് എടുത്തത്. സാധാ പച്ചമുളകാണ്, അതിന് വലിയ എരിവില്ല. നിങ്ങൾ ഉണ്ടമുളകാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചും കണ്ടും ഉപയോഗിക്കുക. നല്ല എരിവുള്ള മുളകാണ്. ഓക്കെ, അപ്പോൾ എരിവിന് ആവശ്യമെങ്കിൽ മാത്രം കേട്ടോ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഓപ്ഷണലാണ്. എരിവ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം അധികം മുളക് ചേർക്കുക, കുരുമുളക് പൊടി ചേർക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇവിടെ എരിവും എല്ലാ കാര്യങ്ങളും ലിമിറ്റഡാണ്. അതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് ചേർക്കുന്നത്. പിന്നെ ഈ ഒരു പച്ചമുളകിന് എരിവേ ഇല്ല, വെറുതെ തിന്നാം. അങ്ങനെ ആ പച്ചമുളകും എല്ലാം സെറ്റാക്കി അതവിടെ അരിഞ്ഞു വെച്ചു. അപ്പോഴത്തേക്ക് നമ്മൾ 2ാമത്തെ ട്രിപ്പ് വെച്ചിരുന്ന ചിക്കൻ ആയിട്ടുണ്ടായിരുന്നു. അതിനെ ഞാൻ വേഗം കോരി മാറ്റി. എന്നിട്ട് നമ്മുടെ മെയിൻ ഐറ്റത്തെ അടുപ്പയിലേക്ക് വെച്ചു, പാൻ വെച്ചു. ഈ പാനിൽ നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യേണ്ടത്. അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ എടുക്കുക, അതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്യാം. ഏലക്ക, ഗ്രാമ്പൂ, അങ്ങനെ നമ്മുടെ സ്പൈസസ് ആഡ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ആ ഒരു മിക്സ് അതിലേക്ക് ഇടുക. ആവശ്യത്തിന് ഉപ്പിടുക, നല്ലോണം വഴറ്റുക. അതവിടെ നിന്ന് വഴന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഒരു തക്കാളി ആഡ് ചെയ്യണം. ഒരു മീഡിയം സൈസ് തക്കാളി എടുക്കുക. അപ്പോൾ ഞാനൊരു മീഡിയം സൈസ് തക്കാളി എടുത്തു, എന്നാലും എനിക്കത് മുഴുവൻ വേണമെന്ന് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു 3/4 ഭാഗത്തോളം മാത്രം ഞാൻ എടുത്തു. ആ തക്കാളി ഒന്ന് നീളത്തിലരിഞ്ഞ് ഈ ഒരു മിക്സ് റെഡിയായി വരുമ്പോഴത്തേക്കും, അതായത് ഈ സവാളയൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും ഈ തക്കാളിയും കൂടെ ആഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ സവാള വഴന്ന് വന്ന സമയത്തേക്ക് നമുക്കിനി അതിലേക്ക് കുറച്ച് പൊടി ഐറ്റംസും കൂടെ ചേർക്കാനുണ്ട്. അപ്പോൾ തക്കാളി നിങ്ങളുടെ ആവശ്യാനുസരണം എടുക്കുക കേട്ടോ. എനിക്ക് തക്കാളിയുടെ ടേസ്റ്റ് വലിയ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഒരു ചെറിയ തക്കാളി എടുത്തത്. അതിൻ്റെ പകുതി എടുത്തുള്ളൂ. കാരണം ലാസ്റ്റിൽ നമുക്ക് ഇനി കുറച്ചും കൂടി തക്കാളി ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഒരുപാട് തക്കാളി ആയിക്കഴിഞ്ഞാലും ഇതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് തക്കാളി മാത്രമേ എടുത്തുള്ളൂ. എന്നിട്ട് നമ്മുടെ ഉള്ളിയൊക്കെ വഴന്ന് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഇനി അതിലേക്കുള്ള പൊടികൾ ആഡ് ചെയ്യാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ കാശ്മീരി ചില്ലിയാണ് ഈ ഒരു കറിയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. കാരണം നമുക്കൊരു കളർ വേണമെങ്കിലും കറിക്കൊരു ലുക്ക് ഉണ്ടാവണമെങ്കിലും കാശ്മീരി ചില്ലി വേണം. അപ്പോൾ അത് ആ കാശ്മീരി ചില്ലി ആഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ കളറിന് ആവശ്യമായ രീതിയിൽ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ എനിക്ക് ആഡ് ചെയ്തിട്ട് കളർ കുറവെന്ന് തോന്നുമ്പോൾ ഞാൻ വീണ്ടും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കളറിൽ നമ്മളുടെ ഒരു ഇത് നോക്കിയിട്ട് മാത്രം ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ കാശ്മീരി ചില്ലി ആഡ് ചെയ്തു, പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ പൊടികളുടെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ആ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അത് നല്ലോണം ഒന്ന് മിക്സായി വരുമ്പോഴത്തേക്കും നമ്മളുടെ തക്കാളി അതിലേക്ക് ആഡ് ചെയ്യണം. മിക്സിൻ്റെ ഒരു പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ തക്കാളിയും കൂടെ ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് എല്ലാ മസാലയും കൂടെ തക്കാളിയിലും കൂടെ ഒന്ന് പിടിക്കുന്ന രീതിയിൽ നല്ലോണം ഒന്ന് ഇളക്കി സെറ്റാക്കി കൊടുക്കുക കേട്ടോ. ഇത് തീ കുറച്ചിട്ട് വേണം ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ നമ്മുടെ പൊന്നിക്കരയുടെ മസിൽ പിടിക്കുന്നത് പോലെ നമ്മളുടെ മസാല ചട്ടിയുടെ അടിയിൽ പിടിക്കും. പിന്നെ അടുപ്പത്ത് നിന്ന് ഇറക്കി വെച്ചിട്ട് കാര്യമുണ്ടാവില്ല. അതുകൊണ്ട് സൂക്ഷിച്ച്, അതായത് നമ്മുടെ തീ കുറച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ മാത്രം അതൊന്ന് സെറ്റ് ചെയ്യുക. തക്കാളി ഇട്ട് നല്ലോണം ഈ ഉള്ളിയും പച്ചമുളകും അതെല്ലാം കൂടെ തക്കാളിക്ക് ആ ഒരു മസാല പിടിക്കുന്ന രീതിയിൽ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ മീഡിയം രീതിയിൽ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന നമ്മളുടെ ചിക്കൻ ആഡ് ചെയ്യാം. ഇപ്പം തന്നെ ഏകദേശം നിങ്ങൾക്ക് എന്താണ് ഐറ്റം എന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും ചിക്കനും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്താൽ ഈ ഒരു മിക്സ് ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ചിക്കനും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പം ഓൾറെഡി നമ്മുടെ സവാളയിൽ കുറച്ച് വെള്ളമുണ്ട്, അതേപോലെ നമ്മുടെ തക്കാളിയിൽ വെള്ളമുണ്ട്. ഈ വെള്ളം എല്ലാം ഈ മിക്സിലേക്ക് ഇറങ്ങും. അതിനോടൊപ്പം തന്നെ ചിക്കനും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ വെള്ളമേ ചേർക്കണ്ട, ഒരു ചെറിയ വെള്ളത്തിൻ്റെ ഈർപ്പം ഉണ്ടാവും. അതിൽ തന്നെ ഈ ചിക്കനും
ഫുള്ളി കുക്കായി വരുന്നതാണ് കേട്ടോ. ഞാൻ വെള്ളം ഒരു തരി പോലും ചേർത്തിട്ടില്ല. ഫുള്ളായിട്ടും ഈ തക്കാളിയിലും സവാളയിലും ചിക്കനിലും ഉള്ള വെള്ളത്തിലാണ് ഇത് കുക്കായി വന്നിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ ഒരു മീഡിയം ഫ്രൈ ചെയ്തതുകൊണ്ട് തന്നെ ചിക്കൻ ഹാഫ് കുക്ക്ഡ് ആണ്. ബാക്കി ഈ ഒരു മിക്സിൽ നമ്മൾ ചെയ്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ലോണം ചിക്കൻ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇടുക. എന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി, കാരണം മസാല അടിയിൽ പിടിക്കരുത്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. മാക്സിമം പാനിൽ വെക്കാൻ നോക്കുക കേട്ടോ. പാനിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് അടിയിൽ പിടിക്കും എന്നുള്ളൊരു ടെൻഷൻ വേണ്ടല്ലോ. അപ്പോൾ അത് ആ മസാലയൊക്കെ നല്ലോണം ചിക്കനിലേക്ക് പിടിച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ലൊരു കളറും ഉണ്ട് കേട്ടോ. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുന്ന ഒരു ചിക്കൻ്റെ ഇതുപോലെ നല്ല കളറൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഉണ്ടാക്കി വന്ന ഐറ്റം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ടല്ലോ. അതെ, നമ്മുടെ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന, റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ടൈപ്പ് ഒരു ചിക്കൻ റോസ്റ്റാണ് ഞാൻ ഉണ്ടാക്കിയത്. പക്ഷെ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല കേട്ടോ, അതേ കളറിൽ ലുക്കിലൊക്കെ കിട്ടിയിരുന്ന ടേസ്റ്റും ഒക്കെ ആയിരുന്നു കേട്ടോ. എനിക്കിഷ്ടമായി. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ ഇത് സെറ്റാവില്ല. പൊറോട്ടയോ ചപ്പാത്തിയോ അല്ലെങ്കിൽ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസോ അങ്ങനെ എന്തിൻ്റെയും കൂടെ സൂപ്പറാണ്, സൂപ്പർ ടേസ്റ്റാണ്. എന്തായാലും എൻ്റെ ഫസ്റ്റ് ട്രൈ ആയിരുന്നു. ഫസ്റ്റ് ട്രൈയിൽ ഞാൻ പാളിപ്പോയില്ല, സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നല്ലോണം മിക്സായി വരുന്നുണ്ട്. ആ സമയത്ത് ലേശം ഉപ്പ് നോക്കിയായിരുന്നു ഞാൻ. ഉപ്പ് നേരെ കുറവാണ്, ഉപ്പ് നോക്കുക. ഉപ്പ് ആവശ്യത്തിന് മാത്രം ആഡ് ചെയ്യുക. എനിക്ക് BP ലോ ആയതുകൊണ്ട് തന്നെ പൊതുവേ ഞാൻ ഉണ്ടാക്കുന്ന കറികൾക്ക് കുറച്ച് ഉപ്പ് കൂടുതലാണ്. പക്ഷേ ഇതെന്തോ സെറ്റായി, കറക്റ്റ് ഉപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർത്തു. അപ്പോഴാണ് ഞാൻ ഓർത്ത് നമ്മൾ ഗാർണിഷ് ചെയ്തില്ല, പിന്നെ എന്തിനാ മുത്തേ കറിവേപ്പില. അപ്പോൾ കറിവേപ്പില ഇട്ട് ഗാർണിഷ് ചെയ്യണം. അതിന് മുന്നേ ആയിട്ട് നമുക്കിതിൽ മേലെ കുറച്ച് തക്കാളിയും കൂടി ഇടാനുണ്ട്. ഈ തക്കാളി വേകുന്നത് വരെ നമ്മൾ കറി വെയിറ്റ് ചെയ്യണമെന്നില്ല. നമ്മൾ കറി ഓക്കെ ആണ്, നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നുള്ളൊരു സ്റ്റേജ് ആയി കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഈ ഒരു തക്കാളി ആഡ് ചെയ്യുക. തക്കാളി ആഡ് ചെയ്തിട്ട് നമ്മൾ ആ ചിക്കനിൽ നല്ലതുപോലെ ഈ തക്കാളി ഒന്ന് മിക്സ് ചെയ്യുക. ആ ചിക്കൻ്റെ ആ ഒരു ചൂടിലിരുന്നിട്ട് തക്കാളി വെന്ത് കറിയോട് മിക്സ് ആയിക്കോളും. അത് ചെറിയൊരു പച്ചപ്പിൽ ആ തക്കാളി കറിയിൽ ഉണ്ടാവണം. അത് കഴിഞ്ഞതാ ഞാൻ കറിവേപ്പില എടുത്തുകൊണ്ട് വന്നു, ഒന്ന് ഗാർണിഷ് ചെയ്തു. പിന്നെ 2 വറ്റൽമുളക് സത്യം നമ്മൾ ആ ഒരു തക്കാളി ഇടുന്ന ടൈമിൽ വറ്റൽമുളകും കൂടി ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. അത് ഞാൻ മറന്നുപോയി. പിന്നെ അതുകൊണ്ട് ഞാൻ വേറൊരു പാനിൽ നമ്മുടെ വറ്റൽമുളകൊന്ന് നല്ലോണം ഫ്രൈ ചെയ്തെടുത്തിട്ട് അതൊന്ന് വഴറ്റിയെടുത്തിട്ട് നേരെ ചിക്കനിലേക്ക് ഇടത്തി. അപ്പോൾ ഫൈനലി നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.